ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു മഹത് വ്യക്തിയെ കുറിച്ചാണ്. ആ മഹത് വ്യക്തി എന്ന് പറഞ്ഞാല് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ചവച്ചു കുടിച്ചൊരു വ്യക്തിയാണ്. അതിനുവേണ്ടി എത്ര ചാണകം വേണമെങ്കിലും രാവിലെയും വൈകുന്നേരവും കുടിക്കാൻ തയ്യാറുള്ള ആളും കൂടിയാണ് ഈ മഹത് വ്യക്തി. ആരാണ് ആ മഹത് വ്യക്തി എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? സംഘികളുടെ സുനിൽ അണ്ണൻ, ABC-യിലെ പക്കാ സംഘി സുനിൽ അണ്ണൻ. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതായത് ഇസ്രായേലിലെ നെതന്യാഹുവും അമേരിക്കന്റെ ട്രംപും അവിടെ എന്ത് കാര്യം നടക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് കാര്യം നടത്താൻ പോകുന്നുണ്ടെങ്കിലും ആദ്യം അവർ അറിയിക്കുന്നത് ഈ സുനിലണ്ണനെയാണ്. ഈ നമ്മളെ ABC ന്യൂസിലെ സുനിലണ്ണനെയാണ്. അതിനുശേഷം മാത്രമേ അവരുടെ മന്ത്രിമാർക്ക് പോലും ആ വിവരം അവർ കൈമാറൂ. അത് മാത്രമാണോ സുനിലണ്ണന്റെ പ്രത്യേകത? ലോകത്തുള്ള എല്ലാ മഹത് ഗ്രന്ഥങ്ങളും, ഭഗവത്ഗീത ആയാലും ശരി, ഖുർആൻ ആയാലും ശരി, ബൈബിൾ ആയാലും ശരി, എല്ലാ മഹത് ഗ്രന്ഥങ്ങളും അത്രമാത്രം പഠിച്ച് എല്ലാം മനസ്സിലാക്കിയ ഒരു മഹത് വ്യക്തി കൂടിയാണ് ഈ സംഘി സുനിലണ്ണൻ. അണ്ണൻ അതൊക്കെ പഠിച്ചു എന്നുള്ള വ്യാജന, അതിലില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ പകുതി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം എനിക്ക് അറിയാമെന്ന പോലെ ABC ന്യൂസിൽ അങ്ങനെ തട്ടി അങ്ങ് വിടും. ഇതൊന്നും വിഡ്ഢികളായ സംഘികൾക്ക് അറിയില്ലല്ല. ആ സംഘികളെല്ലാം ഈ ABC സുനിലണ്ണൻ തള്ളുന്നത് വെച്ചും സത്യമാണെന്നുള്ള വിശ്വാസത്തിൽ അതൊക്കെ അങ്ങ് വിശ്വസിക്കും. അങ്ങനെ ABC സുനിലണ്ണൻ ഇന്ന് ഉച്ചക്ക് തട്ടിവിട്ട ഒരു സംഭവത്തിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് എന്തായാലും സംഘി സുനിലണ്ണന്റെ പുതിയ തള്ളു കേട്ടിട്ട് വരാം. ആ തള്ളു കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു വിഷമോ ദേഷ്യവും വരും. നമുക്ക് എന്തായാലും അതിനുശേഷം നമുക്ക് സുനിലണ്ണന്റെ അണ്ണാക്ക് കയറി വെടിപൊട്ടിക്കാം. ആദ്യം നമുക്ക് സംഘി സുനിലണ്ണന്റെ തള്ളിലേക്ക് പോകാം. വാ. പലസ്തീൻ രാജ്യം ജനിക്കില്ല പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആണ്. അല്ല, പലസ്തീൻ രാജ്യം എവിടെയാണ്? മാപ്പിലൊന്ന് കാണിച്ചു തരാമോ? അങ്ങനെയില്ല. പിന്നെ എവിടെ ജനിക്കില്ല? പക്ഷെ പണ്ട് നമ്മൾ കേൾക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ. കാരണം നമ്മൾ ബൈബിൾ എടുക്കുക, ബൈബിളിൽ പലസ്തീൻ ഇല്ല. തോറ എടുക്കുക, പലസ്തീൻ ഇല്ല. ഖുറാനിലില്ല പലസ്തീൻ. അപ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം എവിടെയാണുള്ളത്? ഇപ്പോൾ പലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് ഒരു ബഹളം വെക്കുന്നുണ്ട്. പലസ്തീൻ ഒരു പ്രസിഡന്റും ഉണ്ട്, മെഹ്മൂദ് അബ്ബാസ് എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഉണ്ട്. പലസ്തീൻ അതോറിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. റാമല്ലയാണ് ഇവരുടെ തലസ്ഥാനം എന്ന് പറയുന്നു. ജെറുസലേം തലസ്ഥാനമാക്കണമെന്ന് പറഞ്ഞു. ജെറുസലേം അങ്ങനെ വിട്ടുകൊടുക്കും. ജെറുസലേം ലോകത്തിലെ ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇവർ ജൂതന്മാർക്കും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ജെറുസലേമിനെ സംബന്ധിച്ച് അമേരിക്ക ആവട്ടെ, ട്രംപിന്റെ കഴിഞ്ഞ ടൈമിൽ ജെറുസലേമിലാണ് അമേരിക്ക എംബസി തുറന്നിരിക്കുന്നത്. അപ്പോൾ ജെറുസലേം പലസ്തീൻ്റെ തലസ്ഥാനമല്ല, ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കണമെന്നാണ്. ഇസ്രായേലിന്റെ തലസ്ഥാനം പോലെയാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്, അമേരിക്ക കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ എംബസി തുറന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിന് ഈ നെതന്യാഹുവിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് ഒരു സവിശേഷമായ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ നെതന്യാഹു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ രാജ്യങ്ങൾ, ബ്രിട്ടനാവട്ടെ, ഓസ്ട്രേലിയ ആവട്ടെ, കാനഡ ആവട്ടെ, ഇവരെല്ലാം ഭീകരവാദത്തെ പിന്തുണയ്ക്കുകയാണ്. കാരണം പലസ്തീൻ എന്ന് പറഞ്ഞ ഇല്ലാത്ത ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ സമരം ചെയ്യുകയാണ്, യുദ്ധം ചെയ്യുകയാണ്, ഭീകരപ്രവർത്തനം നടത്തുകയാണ്, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലുകയാണ്, ഒക്കെ ചെയ്യുകയാണ്. ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല. യുദ്ധം നിർത്തണം എന്ന് പറയുന്ന ഹമാസ് ഒരിക്കലെങ്കിലും ഞങ്ങൾ ബന്ദികളെ വിട്ടേക്കാം എന്ന് പറയുന്നില്ല. ഈ രാജ്യങ്ങൾ ആരും, കാനഡ ആവശ്യപ്പെടുന്നില്ല, ഓസ്ട്രേലിയ ആവശ്യപ്പെടുന്നില്ല, ബ്രിട്ടൻ ആവശ്യപ്പെടുന്നില്ല ബന്ദികളെ അങ്ങ് വിട്ടുകൊടുക്കൂ എന്ന്. പിന്നെ ബ്രിട്ടൻ്റെ ഈ നിലപാടിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ബ്രിട്ടൻ ഇങ്ങനെയൊക്കെ പറയും. അമേരിക്ക വന്നിട്ട് എടാ വാടാ നമുക്ക് അടി കൊടുക്കാന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ കൂടെ കുണുങ്ങി ബ്രിട്ടൻ പോകും. അപ്പോൾ ഏതായാലും ഒരു ഗെയിം പ്ലാനാണ്. ആ ഗെയിം പ്ലാനിൽ ഇപ്പോൾ ഈ പലസ്തീൻ ആശയത്തിന് വേണ്ടി നിൽക്കുന്നവർ കുറേ ആളുകളുടെ പിന്തുണ നേടിയെടുക്കുന്ന കാര്യത്തിൽ വിജയിച്ചു. ഇന്ത്യ പോലും പലസ്തീൻ അനുകൂലമായി നിലപാടെടുക്കുന്നുണ്ട്. പക്ഷെ പലസ്തീൻ എവിടെയാണ് ഉണ്ടായിരുന്നത്? പക്ഷേ അതേസമയം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് ബൈബിളിൽ അതിദീർഘമായി പറയുന്നുണ്ട്. ബൈബിളിന്റെ പഴയ നിയമമാണല്ലോ ഇവരുടെ ജൂതന്മാരുടെ പുസ്തകമായ തോറ എന്ന് പറയുന്നത്. അതിനകത്ത് പറയുന്നുണ്ട്, ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇല്ലായിരുന്നുകൊണ്ട് പലസ്തീനായിരുന്നു പറയുന്നത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും പഴയ ഗ്രന്ഥങ്ങളായ തോറയിലും ബൈബിളിലും ഖുറാനിലും ഒക്കെ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇസ്രായേൽ ഉണ്ടായിരുന്നത് ഇസ്രായേലാണ്. ചരിത്രത്തിൽ ഒരിടത്തും പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നതായിട്ട് ഒരിടത്തും കേട്ടിട്ടില്ല. ബൈബിളിൽ ഫിലിസ്തീർ എന്ന് പറയുന്നുണ്ട്. ഫിലിസ്തീർ എന്നുള്ള വാക്കിൽ നിന്നാണത്രേ പലസ്തീൻ എന്ന വാക്കുണ്ടായതെന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ ബൈബിൾ എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ തോറ എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഖുറാൻ നിന്ന് നോക്കൂ. ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട്, ജൂതിയെ കുറിച്ച് പറയുന്നുണ്ട്, ഇസ്രായേൽ മണ്ണെന്ന് പറയുന്നുണ്ട്, ബാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നുണ്ട്, തേനും പാലും ഒഴുകുന്ന നാടെന്ന് പറയുന്നുണ്ട്, ദൈവരാജ്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ്, ഇസ്രായേലിനെ കുറിച്ച്. അപ്പോൾ ഇസ്രായേൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇസ്രായേലികൾ എങ്ങനെയാണ് ചിതറിപ്പോയത്? അപ്പോൾ ചരിത്രം പറയുമ്പോൾ ചരിത്രം പറയണം. അപ്പോൾ ഇസ്രായേൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ തോറ, ബൈബിൾ, ഖുറാൻ വരെയുള്ള ഇന്നത്തെ ഈ 3 മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ അസ്തിത്വം ഉറപ്പായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ജൂതന്മാർക്ക് രാജ്യം നഷ്ടപ്പെട്ടു പോയത്? നിസ്സാരമാണ്. ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ, അറബികൾ, അത് മുഴുവൻ ഇസ്ലാം രാജ്യങ്ങൾ തന്നെ ആവണമെന്നില്ല. അറബികൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ മുസ്ലിങ്ങളൊന്നും ആയിരുന്നില്ല.
പണ്ട് പഴയകാലത്ത് അറബികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വംശമായിരുന്നു, ഒരു ഗോത്രമായിരുന്നു. പിന്നീടാണ് നബി വന്നിട്ട് ഇവരിൽ നിന്ന് മുസ്ലിം എന്ന് പറഞ്ഞുള്ള മതം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനു മുമ്പ് അറബികളുണ്ടായിരുന്നു. അപ്പോൾ അറബ് രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കിയെടുത്ത് പിടിച്ചെടുത്തു എന്ത് ഈ പറയുന്ന ഇസ്രയേൽ. അങ്ങനെയാണ് ഇസ്രയേലിലെ ജനങ്ങൾ, ജൂതന്മാർ രാജ്യമില്ലാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഓടിപ്പോവുകയും ലോകത്ത് പോയിടത്തെല്ലാം അവരെ കൊന്നു, അല്ലേ? അതെ. 30 ലക്ഷത്തോളം പേരെയാണ് ഹിറ്റ്ലർ കൊന്നത്. എല്ലായിടത്തും തുർക്കികൾ കൊന്നു, അങ്ങനെ ലോകത്ത് മുഴുവൻ കൊന്നു. ഇന്ത്യയിൽ മാത്രമാണ് ഈ പറയുന്ന ജൂതന്മാരെ നമ്മുടെ ഈ രാജ്യം പരവതാനി വിരിച്ച് സ്വീകരിച്ചു, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. അവർ ഈ രാജ്യത്തിന്റെ ഭാഗമായി, ഈ രാജ്യത്തിന്റെ മക്കളെ പോലെ ഇവിടെ ജീവിച്ചു. ഒന്നാമത്തെ കാര്യം എന്റെ സംഖ്യ സുനിലെണ്ണ, ഹിറ്റ്ലർ മാത്രമല്ല ഈ ജൂതന്മാരെ കൊന്നത്. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ക്രൈസ്തവരാണ് ഈ ജൂതന്മാർ ഏറ്റവും കൂടുതൽ വംശഹത്യ നടത്തിയത്. പിന്നെ ഇന്ത്യ മാത്രമല്ല അവർക്ക് താമസിക്കാൻ ഇടം കൊടുത്തത്. ഈ പലസ്തീനും അവർക്ക് താമസിക്കാൻ ഇടം കൊടുത്തതാണ്. അതിന്റെ അവസ്ഥയാണ്, അതിന് ശേഷമുള്ള ചരിത്രമാണ് നമ്മളിപ്പോ കാണുന്നത്. കിടക്കാൻ ഇടം കൊടുത്തിട്ട് ആ കിടക്കാൻ ഇടം കൊടുത്ത പലസ്തീനെ വരെ ഇല്ലാതാക്കുന്ന ശ്രമമാണ് ഇപ്പൊ ഈ ജൂതന്മാർ നടത്തുന്നത്. പിന്നെ അണ്ണം പറയുന്നുണ്ട് പലസ്തീൻ എന്നുള്ള വാക്ക് ഖുറാനിലും ബൈബിളിലും പറയുന്നില്ല, അതുകൊണ്ട് പലസ്തീൻ എന്ന രാജ്യമേ ഇല്ലാന്ന്. അപ്പൊ ഞാൻ അണ്ണനോട് ചോദിക്കട്ടെ, ഇന്ത്യ എന്ന് ഖുറാനിലും ബൈബിളിലും എവിടെയെങ്കിലും പറയുന്നുണ്ട്, അപ്പൊ ഇന്ത്യ എന്ന രാജ്യമില്ലേ? അപ്പൊ ചൈന ഇന്ത്യനെ ആക്രമിക്കുമ്പോൾ ഇന്ത്യനെ അങ്ങ് ചൈനക്ക് കൊടുക്കണം എന്നാണോ വേട്ടാവളിയും സുനിലും നീ പറഞ്ഞു വരുന്നത്? പിന്നെ നിനക്ക് ചരിത്രം അറിയുമെന്ന് നിനക്കറിയില്ല. ചരിത്രം അറിയുമെങ്കിൽ ഞാൻ ഒരു കാര്യം നിനക്ക് പറഞ്ഞുതരാം. ക്രിസ്തുവിനും 5 നൂറ്റാണ്ട് മുന്നേ ഹെറോഡോട്ടസ് എന്ന ചരിത്രകാരന്റെ രേഖകളിൽ പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചരിത്രം നിനക്കറിയോ? അതും ക്രിസ്തുവിന് 5 നൂറ്റാണ്ട് മുന്നേ ഉള്ള ചരിത്ര രേഖകളിൽ കേട്ടാ, അത് നീ മനസ്സിലാക്കണം. അപ്പോഴേ പലസ്തീൻ ഉണ്ട്. പിന്നെ വേറൊരു ചരിത്രരേഖ എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ക്രിസ്തുവിന് മുന്നേ 12ാം നൂറ്റാണ്ടിൽ ആ സ്ഥലത്ത് താമസിച്ചിരുന്ന ഫിലസ്തീൻ എന്ന ജനസമൂഹത്തിൽ നിന്നാണ് പലസ്തീൻ എന്ന വാക്കുണ്ടായത് എന്നും ചരിത്രരേഖകളിലുണ്ട്. ഇതൊക്കെയാണ് എന്റെ സുനിൽ സംഖ്യ ചരിത്രം. പക്ഷെ ചരിത്രം സംഖ്യക്ക് ഇഷ്ടമല്ലല്ലോ. പിന്നെ നീ പറയുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പേര് ബൈബിളിലും ഖുറാനിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഇസ്രായേൽ എന്ന രാജ്യം ജൂതന്റെ രാജ്യമാണെന്ന് അതിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ അറിവിൽ എവിടെ അങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല. നിന്റെ അറിവിൽ ചിലപ്പോൾ ഉണ്ടോ എനക്കറിയില്ല. എന്റെ അറിവിൽ ഇസ്രായേലി ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നാണ്. അവിടെ ജൂതന്മാർ വന്നു. പിന്നെ അവിടെ നടന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം. ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ആട്ടി ഓടിച്ചിട്ട് ഇപ്പൊ അവിടെ ജൂതന്മാർ അവരുടെ രാജ്യമായി പ്രഖ്യാപിച്ചു. അതായത് കുതന്ത്രത്തിലൂടെ ഇസ്രായേലിന്റെ ഭരണം ജൂതന്മാർ പിടിച്ചടക്കി. അതാണ് സത്യം. പിന്നെ നീ ഒരു സത്യം കൂടി മനസ്സിലാക്കണം കേട്ടോ. ലോക രാജ്യങ്ങളിൽ എവിടെയൊക്കെ ജൂതന്മാരുണ്ടോ അവിടുന്നൊക്കെ ക്രൈസ്തവരാണ് ഈ ജൂതന്മാർ ആട്ടി ഓടിക്കല് എന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ടുകഴിഞ്ഞാൽ അപ്പ തീർക്കലാണ്. അവിടെയൊക്കെ ജൂതന്മാർക്ക് രക്ഷകരായത് മുസ്ലിങ്ങളാട്ടാ. മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ജൂതന്മാർ നല്ല രീതിയിൽ നല്ല സുരക്ഷയോടുകൂടി ജീവിച്ചിരുന്നു. അതും കൂടി ചരിത്രത്തിലുള്ളതാണ്. എന്തിന്? സ്പെയിനിൽ മുസ്ലിങ്ങളുടെ ഇടയിലാണ് ജൂതന്മാർ സുരക്ഷിതരായി ജീവിച്ചിരുന്നത്. ആ സ്പെയിനിൽ മുസ്ലിങ്ങളെ ഇല്ലാതാക്കിയതിനു ശേഷമാണ് ഈ ജൂതന്മാരെ കൂട്ടക്കൊല നടത്തിയത്. അതും കൂടി നീ മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ജൂതന്മാരെ ഇല്ലാതാക്കിയത് ഈ ലോകരാജ്യത്ത് ജൂതന്മാരാണ് സമാധാനത്തിന് ഭംഗം വരുത്തുന്നത് എന്ന് പറഞ്ഞത് നിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിനക്ക് വേണ്ടി റാൻ മൂളുന്ന കുറെ ക്രിസംഗികളില്ലേ, ആ ക്രിസംഗിയുടെ മനോഭാവമുള്ള പഴയ യൂറോപ്യൻസ് ആണ് ഈ ജൂതന്മാരെ ഇല്ലാതാക്കിയത്. എന്റെ സുനിൽ സംഘി, നീ ഉണ്ടല്ല ചരിത്രരേഖകൾ മൊത്തം പരിശോധിച്ചോ, അതിലൊക്കെ നിനക്ക് കാണാൻ കഴിയും മുസ്ലിം ഭരണാധികാരിയുടെ കീഴിലാണ് ജൂതന്മാർ ഏറ്റവും സുരക്ഷിതരായി കഴിഞ്ഞിരുന്നത്. എന്നിട്ട് ആ സുരക്ഷിതരായി കഴിഞ്ഞിട്ട് അവർക്ക് സുരക്ഷ കൊടുത്ത മുസ്ലിങ്ങളെ തന്നെ, അതായത് പാല് കൊടുത്ത കൈക്ക് തന്നെ ഈ ജൂതന്മാർ കൊത്തി. അതാണ് ചരിത്രം. ഇവരെ പറ്റി പണ്ട് ഹിറ്റ്ലർ പറഞ്ഞ നിനക്കറിയില്ലേ, ഈ കുറച്ച് ജൂതന്മാർ ഞാൻ ഇവിടെ ബാക്കി വെക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ലോകം അറിയണം ഞാൻ എന്തിനാണ് ഈ ജൂതന്മാർ ഇത്രമാത്രം കൊന്നൊടുക്കിയതെന്ന്. ആ സംഭവം, ആ സത്യം ഇപ്പൊ ലോകം മനസ്സിലാക്കി എന്തിനാണ് ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നൊടുക്കിയതെന്ന്. ഞാൻ ഹിറ്റ്ലർ ഒരിക്കലും ആരാധിക്കുന്ന മനുഷ്യനൊന്നല്ല, പക്ഷെ അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് ഇപ്പൊ ലോകം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, എന്തിന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പലസ്തീന് വേണ്ടി സംസാരിക്കുന്നത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. ഈ ജൂതന്മാരെ നമ്പാൻ പാടില്ല, അവരെ പോലത്തെ കച്ചറ ടീം വേറെ ഇല്ലാന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് ഇന്ത്യ അടക്കം പലസ്തീനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നീ അവിടെ കുത്തിയിരുന്നിട്ട് ഇന്ത്യനെ കുറ്റം പറയുന്നു. അതിനാണടാ രാജ്യദ്രോഹം എന്ന് പറഞ്ഞ്. പിന്നെ നിന്നെപ്പോലുള്ള സംഘികൾക്കും ക്രിസംഘികൾക്കും എന്ത് രാജ്യദ്രോഹവും പറയാം. നിങ്ങൾക്കൊക്കെ സംഘി എന്നുള്ള ലേബിൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾ എന്ത് വൃത്തികേടും പറയും, എന്ത് ഷൂനക്കലും നക്കും, എത്ര വേണമെങ്കിൽ മാപ്പും പറയും. എന്നിട്ട് അടക്കടക്കേ പറയും നമ്മളാണ് രാജ്യസ്നേഹികൾ, നിങ്ങളെ പോലത്തെ രാജ്യദ്രോഹികൾ വേറെ എവിടെയുമില്ല എന്റെ സംഘി സുനിലെ. അതുകൊണ്ട് നിന്നോട് ഒന്നുകൂടി ഞാൻ പറയട്ടെ, നിനക്ക് എത്രയൊക്കെ ചൊറിച്ചിലുണ്ടായാലും പലസ്തീൻ എന്ന രാജ്യം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ലോക രാജ്യങ്ങൾ, എന്തിന് ക്രൈസ്തവരടക്കമുള്ള എല്ലാ ലോകരാജ്യങ്ങളും അതിനുവേണ്ടി ഒറ്റക്കെട്ടായി നിലയുറയ്ക്കുന്നു. അതിന്റെ ഇടയിൽ കുറച്ച് ക്രിസംഖികൾ, അതായത് കേരളത്തിലുള്ള കുറച്ച് ക്രിസംഖികളും കുറച്ച് സംഘികളും പിന്നെ കുറെ ജൂതന്മാരും പിന്നെ വേട്ടാവളിയാണ് ട്രംപും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പുല്ലും ഒരു പുണ്ണാക്കും നടക്കൂല. നീ പറയുന്നുണ്ടല്ലോ ഇടക്കിടക്ക് നെതന്യാഹു ഇപ്പം തീർക്കും പലസ്തീനെ, ഇപ്പം തീർക്കുന്നു, ഒരു ഉണ്ടയും നടക്കൂല. ഇന്നലെ പോയി ട്രംപിന്റെ അടുക്ക പോയി കാല് പിടിച്ച് കരയുന്നു, എന്നെ എല്ലാരും കൂടി ആക്രമിക്കുന്നേ, എല്ലാരും ഇപ്പൊ എന്നെ തീർക്കുമെന്ന് പറ്റി. അതുപോലത്തെ പേടിച്ച് തൂറിയാണ് ഈ വേട്ടാവളിയും നെതന്യാഹു.
പിന്നെ നീ പറയുന്നുണ്ടല്ലോ ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നില്ലാന്ന്. ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി എപ്പോഴൊക്കെ കരാർ ഉണ്ടാക്കുന്നുണ്ടോ അതൊക്കെ ലംഘിക്കുന്നത് നിന്റെ നെതന്യാഹുവാണ്. അതെന്തിനാണ്? ബന്ദികളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധം നിർത്തലാക്കി കഴിഞ്ഞാൽ ഇസ്രായേൽ നശിക്കുകയല്ല, ജൂതന്മാർ നശിക്കുകയുമില്ല. പക്ഷെ നെതന്യാഹു എന്ന വൃത്തികെട്ടവൻ ഈ ലോകത്ത് നശിക്കും. ആ നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ നടക്കുന്ന കേസിൽ ഒരു തീർപ്പാവും. അഴിമതി കേസിൽ അയാൾ അകത്തു പോകും. അതുകൊണ്ട് മാത്രമാണ് ഈ വേട്ടവള്ളിയ നെതന്യാഹു ഈ യുദ്ധം അവസാനിക്കരുതെന്ന് വെച്ചിട്ട് ഇതുപോലുള്ള തന്തയില്ലായ്മ കാണിക്കുന്നത്. ഈ ലോകത്ത് ഈ യുദ്ധം അവസാനിക്കാതിരിക്കേണ്ടത് ഇസ്രായേലിന്റെയോ ജൂതന്മാരുടെ ആവശ്യമല്ല, നെതന്യാഹുവിന്റെ മാത്രം ആവശ്യമാണ്. അയാളുടെ മാത്രം നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ആ നിലനിൽപ്പിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അയാൾ അയാളുടെ രാജ്യത്തെയും അയാളുടെ കൂടെയുള്ള ജൂതന്മാരെയും എന്നിന് പാവപ്പെട്ട പലസ്തീനിലെ കുഞ്ഞുങ്ങളെയും അമ്മമാരെ അടക്കം തീർക്കാൻ നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നീയൊക്കെ നാണവും മാനവുമില്ലാണ്ട് ഇങ്ങനെ റാൻമൂളി അവന്റെ കാല് നക്കി ജീവിക്കുന്നത്. അതായത് നെതന്യാഹുവിന്റെ കാല് നക്കി റീച്ചുണ്ടാക്കി സംഘികളെ സുഖിപ്പിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയുന്ന, പലസ്തീൻ ഉണ്ടാവും. പലസ്തീൻ ഉണ്ടാകേണ്ടത് മനുഷ്യത്വത്തിന്റെ ആവശ്യമാണ്, മനുഷ്യത്വമുള്ള മനുഷ്യരുടെ ആവശ്യമാണ്. നീയൊക്കെ എത്ര കുരച്ചാലും, നീയൊക്കെ എത്ര ചൊറിച്ചിൽ പൊട്ടിച്ചാലും, നിന്റെ കൂടെ എത്ര സംഘികൾ ഉണ്ടായാലും, നിന്റെ കൂടെ എത്ര കുസംഖികൾ ഉണ്ടായാലും നിങ്ങൾ കുറച്ചാൾ കുത്തി എന്ന് ചൊറിഞ്ഞോ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.